എന്താണ് സയണിസം? വളരെ ലളിതമായി ചുരുക്കിയാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. സയണിസം എന്നത് ഒരു ജൂത ദേശീയ പ്രസ്ഥാനമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം യഹൂദ ജനതയ്ക്ക് അവരുടെ പൂർവികരുടെ വാസസ്ഥലമായ ഫലസ്തീനിൽ, അതായത് ഇപ്പോഴത്തെ ഇസ്രയേലിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു. സിയോൺ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് സയണിസം എന്ന പേര് വന്നത്. ജെറുസലേമിലെ ഒരു കുന്നിൻ്റെ പേരാണിത്. ജൂതന്മാർ ഒരു മതവിഭാഗം മാത്രമല്ല, ഒരു പ്രത്യേക ജനതയാണെന്നും അവർക്ക് ഒരു സ്വയം നിർണയാവകാശം ഉണ്ടെന്നും സയണിസം വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു മാതൃരാജ്യം ആവശ്യമാണെന്ന് സയണിസ്റ്റുകൾ വാദിക്കുന്നു. യൂറോപ്പിൽ ജൂതന്മാർ നേരിട്ട പീഡനങ്ങളും വിവേചനങ്ങളും, അതായത് ആന്റി സെമിറ്റിസം, ഈ ആശയത്തിന് ശക്തി പകർന്നു. ജൂത ജനതയ്ക്ക് ഫലസ്തീൻ എന്ന ചരിത്രപരമായ ഭൂമിയിൽ ഒരു അവകാശമുണ്ടെന്ന് സയണിസം ഉറച്ചു വിശ്വസിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിലാണ് സയണിസ്റ്റ് പ്രസ്ഥാനം ഒരു ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. തിയോഡോർ ഹെർസൽ എന്ന ഓസ്ട്രിയൻ പത്രപ്രവർത്തകൻ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പ്രധാനിയാണ്. 1897-ൽ നടന്ന ആദ്യത്തെ സയണിസ്റ്റ് കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തിന് ഒരു ഔദ്യോഗിക രൂപം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും പ്രത്യേകിച്ച് ഹോളോകോസ്റ്റിന്, അതായത് ജൂത കൂട്ടക്കൊലയ്ക്ക് ശേഷം, ഒരു ജൂത രാഷ്ട്രത്തിന്റെ ആവശ്യം കൂടുതൽ ശക്തമായി. ഇത് 1948-ൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. സയണിസം പലപ്പോഴും വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് ഫലസ്തീൻ അറബികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നതും നിലവിലുള്ള ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളും സയണിസവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ചിലർ സയണിസത്തെ ഒരു ദേശീയ വിമോചന പ്രസ്ഥാനമായി കാണുമ്പോൾ മറ്റു ചിലർ അതിനെ ഒരു കോളനിവൽക്കരണവും വംശീയവുമായ പ്രസ്ഥാനമായി വിമർശിക്കുന്നു.